പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. ഏകാത്മതാ സ്തോത്രപണ്ഡത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചാണ്. 30-ാമത്തെ ശ്ലോകം. സുഭാഷ പ്രണവാനന്ദ ക്രാന്തിവീരോ വിനായക ഠക്കരോ ഭീമരാവശ്ച ഫുലേ നാരായണോ ഗുരു. ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിൻ്റെ നവോത്ഥാന രംഗത്ത് എക്കാലത്തും ജീവിച്ചിരിക്കുന്ന ആചാര്യനാണ് ശ്രീനാരായണ ഗുരുദേവൻ. നമ്മുടെ നാട് സമ്പൽ സമൃദ്ധമായിരുന്നു. ഒരുപാട് അമൂല്യങ്ങളായ വസ്തുക്കൾ നാം കയറ്റുമതി ചെയ്തിരുന്നു. നമ്മുടെ ഏലവും കുരുമുളകും തേടി വിദേശിയൻ ഈ മണ്ണിലേക്ക് വന്നിരുന്നു. എന്നാൽ അവൻ നമ്മളെ അടിമകളാക്കി തീർത്തു. അതിൻ്റെ കാരണം പ്രധാനമായിട്ടും ഈ നാടിൻ്റെ ദേശീയ ജനതയായ ഹൈന്ദവ ജനതയുടെ അസംഘടിത അവസ്ഥയായിരുന്നു. തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ ആയി മാറി നമ്മുടെ സാമൂഹ്യ ജീവിതം. സാമൂഹ്യ ജീവിതത്തിൽ ദുരാചാരങ്ങളാകുന്ന ധാരാളം പുഴുക്കുത്തുകൾ കേരളീയ സമൂഹത്തിൻ്റെ മുഖച്ഛായ തന്നെ കെടുത്തി. ജാതീയമായ അസ്പൃശ്യത കേരളത്തെ ഒരു ഭ്രാന്താലയമാക്കി മാറ്റി. ഈ അവസരം മുതലെടുത്ത് വിദേശ മതങ്ങൾ പിന്നോക്ക വിഭാഗങ്ങളെ കൂട്ടമതം മാറ്റത്തിന് ഇരയാക്കി. ഹിന്ദു സമൂഹത്തിനകത്ത് ഭക്തി പ്രസ്ഥാനത്തിൻ്റെയും സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെയും ആവശ്യകത തിരിച്ചറിഞ്ഞ് ആധ്യാത്മിക നേതൃത്വം ഇതിനെ ഏറ്റെടുത്തു. കേരളത്തിലെ നവോത്ഥാന നായകന്മാരിൽ ഏത് ദൃഷ്ടിയിലും പ്രഥമഗണനീയനാണ് ശ്രീനാരായണ ഗുരുദേവൻ. നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാം. തിരുവനന്തപുരത്തിനടുത്ത് ചെമ്പഴത്തി ഗ്രാമത്തിൽ കുട്ടിയമ്മയുടെയും മാടൻ ആശാന്റെയും പുത്രനായി 1854 ഓഗസ്റ്റ് 20 ജനിച്ച കുഞ്ഞിന് നാണു എന്ന് വിളിപ്പേരിട്ടു. നാരായണന്റെ ഒരു ചുരുക്കനാമം. നാണുവിൻ്റെ അപ്പൂപ്പനും അച്ഛനും സംസ്കൃതം, ഫലജ്യോതിഷം, ആയുർവേദം എന്നിവയിൽ വിദ്വാൻമാർ ആയിരുന്നതിനാൽ ധാരാളം പേർ പുരാണ കഥകൾ കേൾക്കാനും ചികിത്സാ പ്രശ്നം എന്നിവയ്ക്കും വീട്ടിൽ വരുമായിരുന്നു. അതിനാൽ നാണുവിനും ഇതെല്ലാം വീട്ടിൽ തന്നെ പഠിക്കുവാൻ കഴിഞ്ഞു. പഠിക്കാൻ മാത്രമല്ല, കളിയിലും വികൃതിയിലും നർമ്മരസത്തിലും കുട്ടി വളരെ കേമനായിരുന്നു. ഉന്നം തെറ്റാതെ എന്തും എറിഞ്ഞു വീഴ്ത്തുവാനുള്ള കഴിവ് കുട്ടിക്ക് ചെറുപ്പത്തിലെ സ്വാഭാവികമായിട്ട് വളർന്നു. ഗ്രാമത്തിലെ മൂത്ത പിള്ള ആശാൻ ഒരു പള്ളിക്കൂടം നടത്തിയിരുന്നു. കുടുംബ ബന്ധം ദൃഢമായിരുന്നതിനാൽ ഐത്തം ഉണ്ടായിട്ടും ഈഴവനായിരുന്ന നാണുവിനെ ആശാൻ പഠിപ്പിച്ചു. പള്ളിക്കൂടത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എല്ലാ പാഠങ്ങളും കഥകളും നാണു വളരെ വേഗം ഹൃദിസ്ഥമാക്കിയെന്ന് മാത്രമല്ല, മുതിർന്നവർ ഇല്ലാത്ത നേരത്ത് അവരുടെ ഭാഗം നാണു നിർവഹിക്കുവാനും തുടങ്ങി. അമ്മയുടെ പ്രകൃതം പോലെ തന്നെ ശാന്ത സ്വഭാവമായിരുന്നു നാണുവിൻ്റേതും. ഒരു പ്രാണിയെയും ദ്രോഹിക്കാൻ ആ ബാലന് കഴിയുമായിരുന്നില്ല. ആകെ ഒരു വ്യത്യാസം കണ്ടിരുന്നത് തൊട്ടടുത്ത ദേവീക്ഷേത്രത്തിൽ നിത്യേനയുള്ള സന്ദർശനവും ഇടയ്ക്കിടയ്ക്ക് ദീർഘസമയം ക്ഷേത്ര പരിസരത്ത് ചെന്നിരുന്നുള്ള ഏകാന്തവാസവുമായിരുന്നു. 15-ാം വയസ്സിൽ നാണുവിൻ്റെ അമ്മ മരിച്ചു. മൂത്ത പിള്ള ആശാന്റെ പരിചയക്കാരനായിരുന്ന രാമൻ പിള്ള ആശാൻ കരുനാഗപ്പള്ളിയിൽ നിന്നും ചെമ്പഴത്തിയിൽ വന്ന കാലത്ത് നാണുവിനെ കണ്ടിരുന്നു. ഇടയ്ക്ക് വെച്ച് മുടങ്ങിയ പഠിത്തം തുടരാൻ രാമൻ പിള്ള ആശാൻ നാണുവിനെ കരുനാഗപ്പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈഴവർക്ക് താമസിക്കുവാനും ഭക്ഷണത്തിനും രാമൻ പിള്ള ആശാൻ വ്യവസ്ഥ ചെയ്തിരുന്നതുകൊണ്ട് അവിടെ 4 വർഷം തങ്ങി. ഉപനിഷത്ത്, സംസ്കൃത വ്യാകരണം, അദ്വൈത ഗ്രന്ഥങ്ങൾ എന്നിവ നന്നായിട്ട് അദ്ദേഹം പഠിച്ചെടുത്തു. പിന്നീട് 9 വർഷത്തോളം അവധൂതനായി യാത്ര ചെയ്തു. അക്കാലത്ത് അദ്ദേഹത്തെ ജനങ്ങൾ ശ്രീനാരായണ ഗുരു എന്ന് വിളിക്കാൻ തുടങ്ങി. 13 വർഷങ്ങൾക്കു ശേഷമാണ് അദ്ദേഹം വീട്ടിലെത്തിയത്. തൻ്റെ അച്ഛൻ മരണശയ്യയിലായിരുന്ന കാലത്ത് അദ്ദേഹം വീട്ടിലെത്തി. ശ്രീനാരായണ ഗുരുവായി തീർന്ന തൻ്റെ മകൻ നാണുവിനെ കണ്ട് സംതൃപ്തനായ ആ പിതാവ് പുണ്യാത്മാവ് ശരീരം വെടിഞ്ഞു. ബന്ധുക്കൾ ചേർന്ന് ശ്രീനാരായണനെ വൈവാഹിക ജീവിതത്തിൽ തളയ്ക്കാൻ ഒരുമ്പെട്ടു. അങ്ങനെ ശ്രീനാരായണന് നല്ല പരിചയമുണ്ടായിരുന്ന ചിറകിൻകീഴ് വൈദ്യന്റെ മകളുമായി വിവാഹം നടന്നു. വൈദ്യന്റെ എല്ലാ മുറിയിലും ആളായി എന്ന്
നർമ്മഭാവത്തിൽ ഗുരുദേവൻ ഇതേപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ സ്വാധി വേഗം തന്നെ മൃതിയടയുകയും ശ്രീനാരായണ ഗുരു വീണ്ടും അവധൂത ജീവിതം ആരംഭിക്കുകയും ചെയ്തു. തൻ്റെ പരിവ്രാജക കാലത്താണ് അദ്ദേഹം ചട്ടമ്പി സ്വാമികൾ എന്നറിയപ്പെടുന്ന കുഞ്ഞൻ പിള്ളയുമായിട്ട് അടുക്കുന്നത്. ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ലജ്ജാശീലം മാറുന്നതിനും സാമൂഹ്യ കാര്യങ്ങളിൽ വേണ്ട പരിവർത്തനങ്ങൾക്ക് യത്നിക്കാൻ പ്രേരണയുണ്ടാക്കുന്നതിനും കാരണക്കാരനായി. തൻ്റെ വിചാരങ്ങൾ സാഹിത്യരൂപത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുവാനും സ്വാമികൾ ശ്രീനാരായണന് പ്രേരണ നൽകി. ചട്ടമ്പി സ്വാമികളെ യോഗവിദ്യ പഠിപ്പിച്ചിരുന്ന തൈക്കാട്ട് അയ്യാവ് സ്വാമികളുടെ അടുത്തുപോയി ശ്രീനാരായണനും പ്രാണായാമമടക്കമുള്ള യോഗ്യവിദ്യകൾ അഭ്യസിച്ചു. തുടർന്ന് ചട്ടമ്പി സ്വാമികളും ഗുരുദേവനും പദയാത്ര തുടങ്ങി. ഇക്കാലത്ത് ചട്ടമ്പി സ്വാമികളിൽ നിന്ന് ശൈവ സിദ്ധാന്ത മതവും ബാലസുബ്രഹ്മണ്യ മന്ത്രദീക്ഷയും ശ്രീനാരായണ ഗുരു സ്വീകരിച്ചു. സനകാദികളെപ്പോലെ ആ രണ്ട് പൂർണ്ണയോഗികൾ 5 വർഷത്തോളം ഒന്നിച്ച് യാത്ര ചെയ്യുകയും കേരളത്തിലെമ്പാടും ചെന്ന് നിരവധി സന്യാസിമാരെയും തീർത്ഥങ്ങളെയും സന്ദർശിക്കുകയും ചെയ്തു. അവസാനം ശ്രീനാരായണ ഗുരു അരുവിപ്പുറം തൻ്റെ സാധനാ കേന്ദ്രമാക്കി. പതുക്കെ പതുക്കെ ഗ്രാമീണർ അവിടെ വരാൻ തുടങ്ങി. ഒരു തീർത്ഥം പോലെ നദിയിൽ കുളിച്ച്, അമ്പലമൊന്നുമില്ലെങ്കിലും മരച്ചുവട്ടിലും ഗുരു ഇരിക്കുന്ന സ്ഥലത്തും പുഷ്പാർച്ചന നടത്തിയും ഗുരുവിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടും അവർ കൃതാർത്ഥരായി. എന്നാൽ ഏകാന്ത ജീവിതം ആഗ്രഹിച്ച ഗുരു മരുത്വാ മലയിലേക്ക് പോയി സാധന അനുഷ്ഠിച്ചു. കുറച്ചു കാലം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ നാട്ടുകാർക്ക് അദ്ദേഹം ആത്മീയ ഉപദേശം നൽകി. പരസ്പര സഹകരണം വേണം, ജീവിതത്തിൽ ശുദ്ധി വേണം, മദ്യപാനമോ മദ്യവ്യാപാരമോ പാടില്ല, സത്യമുണ്ടെങ്കിലേ ജീവിതം ശിവവും സുന്ദരമാകൂ, സദാചാരപൂർണമായ ജീവിതം നയിക്കണം, അയിത്തം പാടില്ല, നല്ലതുപോലെ പ്രയത്നിച്ച് ജീവിതത്തിൽ പുരോഗമിക്കണം എന്നിങ്ങനെയുള്ള ഉപദേശങ്ങൾ ജനജീവിതത്തെ സ്വാധീനിക്കുവാൻ തുടങ്ങി. ജനങ്ങൾക്ക് ഒരാരാധനാ കേന്ദ്രം വേണ്ടതിൻ്റെ പ്രാകൃത വിശ്വാസങ്ങളും ആചാരങ്ങളും മാറ്റേണ്ടതിൻ്റെയും ആവശ്യം ഗുരുവിന് അനുഭവപ്പെട്ടു തുടങ്ങി. ഗുരുവിൻ്റെ സാമൂഹ്യ പരിഷ്കരണത്തിലെ വിപ്ലവങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നാളെ ചിന്തിക്കാം. ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും കേരളത്തിൻ്റെ നവോത്ഥാനത്തിലെ 2 വെള്ളി നക്ഷത്രങ്ങളാണ്. ഇന്ന് നാം അവരെ ജാതിയുടെ ആചാര്യന്മാരായിട്ടൊക്കെ ചിന്തിക്കുമ്പോഴും അവരൊന്നിച്ച് ജീവിച്ചു, അവരവധൂതന്മാരായിട്ട് ഒന്നിച്ച് സഞ്ചരിച്ചു, അവരൊരു പായിൽ കിടന്നുറങ്ങി. കാരണം അവർ ചിന്തിച്ചത് സനാതന ധർമ്മത്തെക്കുറിച്ചായിരുന്നു. അവരുടെ ആഗ്രഹം, അവരുടെ സ്വപ്നം ഹിന്ദുവിൻ്റെ ഐക്യമായിരുന്നു. 1888 ശിവരാത്രി ദിവസം ഗുരു തന്നെ സ്വയം നദിയിൽ നിന്ന് ഒരു ശിവലിംഗമെടുത്ത് പ്രതിഷ്ഠ നടത്തി. സാത്വികമായ പൂജാവിധിയോടെ സവർണ വിഭാഗം നടത്തിയിരുന്ന പ്രതിഷ്ഠാകർമ്മം തങ്ങളുടെ ഗുരു നടത്തുന്നത് കണ്ട് ജനങ്ങൾ ആനന്ദത്തിൽ ആറാടി. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കി 2 പുലയ കുട്ടികളെ അടുത്തിരുത്തിക്കൊണ്ടാണ് ഗുരുദേവൻ പ്രഭാഷണം നടത്തിയിരുന്നത്. ഈ ഒരു സംഭവത്തെ നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളുണ്ട്. ഗുരുദേവൻ ശിവലിംഗം പ്രതിഷ്ഠിച്ചപ്പോൾ ഒരു പറ്റം ബ്രാഹ്മണർ വന്നിട്ട് ചോദിച്ചു, അലയോ ഗുരുദേവ, നിങ്ങൾക്കാരാണ് ഈ അധികാരം നൽകിയത്? ഇത് ബ്രാഹ്മണർ പ്രതിഷ്ഠിക്കേണ്ടതല്ലേ? അപ്പൊ ഗുരുദേവൻ മറുപടി പറഞ്ഞു ചിരിച്ചുകൊണ്ട്, അതിന് ഞാൻ ബ്രാഹ്മണ ശിവനെ അല്ലല്ലോ പ്രതിഷ്ഠിച്ചത്. എന്നാൽ ഗുരുദേവൻ പറയാത്തത് ചിലർ അതിൽ കൂട്ടിച്ചേർക്കാറുണ്ട്. ഞാൻ ഈഴവ ശിവനെ ആണല്ലോ പ്രതിഷ്ഠിച്ചത് എന്ന്. അങ്ങനെ ഗുരുദേവൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. കാരണം ബ്രാഹ്മണ്യം എന്ന ഗുണത്തെക്കുറിച്ചും ക്ഷാത്ര ഗുണത്തെക്കുറിച്ചൊക്കെ ആഴത്തിൽ അറിയുന്ന മഹാത്മാവാണ്. അപ്പം ഗുരുദേവൻ പറഞ്ഞു, ഞാനതിന് ബ്രാഹ്മണ ശിവനെ അല്ലല്ലോ പ്രതിഷ്ഠിച്ചത്. വന്നവരും വിദ്വാൻമാരായിരുന്നു. അവർ ഉടനെ തിരിച്ചുപോയി. കാരണം അവർക്കറിയാം ഗുരുദേവന്റെ തലം. അവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നമ്മൾ അവസാനിപ്പിച്ചത് ആധ്യാത്മിക വിപ്ലവത്തിലൂടെയാണ്. ഒരു തുള്ളി ചോര പൊടിയാതെയാണ്.
അമേരിക്കയിൽ അടിമ കച്ചവടം നിരോധിച്ചപ്പോൾ ഒത്തിരി കലാപങ്ങളും ഒരുപാട് മരണവും നടന്നു. മനുഷ്യന്റെ കഴുത്തിൽ കയറിട്ട് തെരുവോരങ്ങളിൽ വലിച്ചിഴച്ച് കൊണ്ടുപോയി വിറ്റ ഒന്നാണ് അടിമ കച്ചവടം. ഈ അടിമ കച്ചവടം അവസാനിച്ചത് രക്തരൂക്ഷിതമായ വിപ്ലവത്തിനൊടുവിലാണ്. എന്നാൽ ഇവിടെ ഇന്നേ വിഭാഗങ്ങൾക്ക് അമ്പലത്തിൽ കയറിക്കൂടാ എന്ന അവസ്ഥയിൽ നിന്ന് അവരെ അമ്പലത്തിൽ കാറ്റാൻ ഒരു തുള്ളി ചോര പൊടിഞ്ഞിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം. പുലയനും പറയനും അമ്പലത്തിൽ കയറാൻ വേണ്ടി സമരം നടത്തിയത് മിക്കവാറും നായരും നമ്പൂരിയും ഒക്കെ അടങ്ങുന്ന ഗ്രൂപ്പായിരുന്നു എന്നുകൂടി നാം മനസ്സിലാക്കണം. അവിടെ പുലയക്കുട്ടികളെ അടുത്തിരുത്തിക്കൊണ്ടാണ് ഗുരുദേവൻ പ്രഭാഷണം നടത്തിയത്. അതേ വർഷം തന്നെ വക്കത്തും ക്ഷേത്രപ്രതിഷ്ഠ നടന്നു. വക്കത്തു വച്ചാണ് പ്രതിഭാവാനായ കുമാരു എന്ന കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. കുമാരുവിനെ പഠിപ്പിച്ച് നല്ല കവിയും സംഘാടകരുമാക്കിയത് ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹം ക്ഷേത്രത്തിലും പരിസരത്തും മൃഗബലി, മദ്യപാനം, അയിത്തം എന്നിവ വിലക്കുകയും ക്ഷേത്രം ജ്ഞാനകേന്ദ്രങ്ങളാകണമെന്ന് നിഷ്കർഷിക്കുകയും ചെയ്തു. കേരളം, തമിഴ്നാട്, ശ്രീലങ്ക എന്നിവിടങ്ങളിലും ഗോകർണം, മംഗലാപുരം എന്നിവിടങ്ങളിലും യാത്ര നടത്തി വിപുലമായ ശിഷ്യസമ്പത്ത് സമ്പാദിച്ച അദ്ദേഹം നിരവധി ക്ഷേത്ര പ്രതിഷ്ഠകളും നടത്തി. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ജനങ്ങൾ സംഘടിക്കുവാൻ തുടങ്ങുകയും സ്വാത്വിക ജീവിതത്തിലേക്കും ജ്ഞാനത്തിന്റെ തലത്തിലേക്ക് തിരിയുകയും ചെയ്തു. പാതിരിമാരുടെ മതം മാറ്റ ശ്രമങ്ങൾക്ക് കനത്ത ആഘാതമായിരുന്നു സ്വാമികളുടെ ക്ഷേത്ര നിർമ്മാണ കാര്യങ്ങൾ. മൃഗങ്ങളെ തല്ലുന്നതോ പശുക്കുട്ടിക്ക് കിട്ടേണ്ട പാൽ കറന്നെടുക്കുന്നത് പോലും ഗുരുദേവന് സഹിക്കുവാൻ പറ്റാത്തതായിരുന്നു. ഒരിക്കൽ ഒരാൾ ചോദിച്ചു, പശുവിന്റെ പാല് കുടിക്കാമെങ്കിൽ കൊന്നു തിന്നതിൽ എന്താണ് അപാകത? ഇത് ചോദിച്ചയാളോട് അമ്മ മരിച്ചിട്ട് കുഴിച്ചിട്ടോ അതോ തിന്നോ എന്നായിരുന്നു സ്വാമിജിയുടെ മറുചോദ്യം. സ്വാമിജി തുടങ്ങിയ ആശ്രമങ്ങളിലും അമ്പലങ്ങളിലും ഈ ചിട്ടയെല്ലാം നന്നായി പരിപാലിച്ചു വന്നു. 1904 വർക്കലയിലെ ശിവഗിരിയിൽ സ്വാമിജി സ്ഥിരതാമസമാക്കി. അവിടെ സംസ്കൃത വിദ്യാലയവും ബ്രഹ്മവിദ്യാലയവും ആരംഭിച്ചു. ദരിദ്ര വിദ്യാർത്ഥികൾക്കായിട്ട് താമസ സൗകര്യം ഒരുക്കി. ശിവഗിരിയിലേക്ക് തീർത്ഥാടനവും ആരംഭിച്ചു. കർക്കിടകത്തിലെ കറുത്ത വാവിന് വർക്കലയിൽ നടത്താറുള്ള വാവൂട്ട് ശിവഗിരി മഠത്തിലും ആരംഭിച്ചു. നേരത്തെ അരുവിപ്പുറത്തും വാവൂട്ട് യോഗം ആരംഭിച്ചിരുന്നു. ബംഗളൂരുവിൽ ചികിത്സയിലായിരുന്ന ഡോക്ടർ പൽപ്പു ശ്രീനാരായണ ഗുരുവിന്റെ അനന്യ ഭക്തനായിരുന്നു. ചികിത്സകനായിരുന്ന ബംഗളൂരുവിലെ ഡോക്ടറായിരുന്ന പൽപ്പു സ്വാമികൾ തന്നെ കൽക്കത്തയിൽ തൻ്റെ അരുമ ശിഷ്യനായ കുമാരുവിനെ അയച്ചു പഠിപ്പിക്കുവാനുള്ള ചെലവ് വഹിക്കുവാൻ ഡോക്ടർ പൽപ്പുവിനോട് പറഞ്ഞിരുന്നു. ഈ രണ്ടുപേരും ചേർന്ന് സ്വാമിജിയോട് വിശദമായി സമുദായ ഉന്നമനത്തെപ്പറ്റി ചർച്ച നടത്തി. ഇതിന് പ്രേരണയായത് സ്വാമി വിവേകാനന്ദനായിരുന്നു. ഈ ചർച്ചയുടെ ഫലമായിട്ട് 1902 തിരുവനന്തപുരത്ത് യോഗം ചേർന്ന് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിക്കുവാൻ തീരുമാനമെടുത്തു. സംഘടിച്ച് ശക്തരാകുവിൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ എന്നതായിരുന്നു ലക്ഷ്യം. ഈ തീരുമാനമനുസരിച്ച് ശ്രീനാരായണ ഗുരുദേവൻ അധ്യക്ഷനും കുമാരനാശാൻ പൊതുകാര്യദർശിയുമായ ഒരു സംഘടന SNDP 1903 മെയ് 15 രജിസ്റ്റർ ചെയ്തു. 1889 മുതലേ പ്രവർത്തിച്ചു വന്ന വാവൂട്ട് യോഗങ്ങളുടെ ഒരു പരിഷ്കൃതവും ചിട്ടപ്പെടുത്തിയതുമായ മുഖമാണ് SNDP. മുഖപത്രമായ വിവേകോദയം, ശാഖായോഗങ്ങൾ എന്നിവ വഴി നവോത്ഥാന സന്ദേശങ്ങളും ഗുരു സന്ദേശങ്ങളും ഗ്രാമഗ്രാമാന്തരങ്ങളിൽ എത്തിക്കുന്നതിൽ യോഗം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. തൻ്റെ സാഹിത്യകൃതികളിലൂടെയും ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചു. ഇന്നും അവ ഗുരുദേവന്റെ ശരിയായ വാക്കുകളായി നമുക്കൊപ്പമുണ്ട്. ജാതിമീമാംസ, ദൈവദശകം, ആത്മോപദേശ ശതകം, നിരവധി സ്രോതസ്സുകൾ എന്നിവ നമുക്ക് ഗുരുവിൽ നിന്നും പകർന്നു കിട്ടി. അനുകമ്പ ദർശനം, ശിവശതകം തുടങ്ങിയ തത്വശാസ്ത്രപരമായ ഗ്രന്ഥങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സരളമായ പ്രതിപാദനം, ആഴമുള്ള ചിന്തകൾ എന്നിവയാൽ അനുഗ്രഹീതമാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. 1912 വർക്കലയിൽ പുതിയ വാസ്തുതന്ത്ര രീതിയിൽ ശാരദാ ക്ഷേത്രം പണിതു. 1913 ആലുവായിൽ അദ്വൈതാശ്രമം ആരംഭിച്ചു. തുടർന്നുള്ള കാലത്ത് ഗുരുദേവൻ അദ്വൈതാശ്രമത്തിൽ കൂടുതൽ ശ്രദ്ധയും ചെലുത്തി. 1918 മുതൽ 20 വരെ സിംഹളദേശത്ത് യാത്ര ചെയ്തു. ഓം സാഹോദര്യം സർവത്ര
എന്ന അദ്വൈതാശ്രമത്തിന്റെ ധ്യേയവാക്യം അനുസരിച്ച് 1921 വിശ്വ സാഹോദര്യത്തിന്റെ സമ്മേളനം നടന്നു. 1922 ശിവഗിരിയിൽ വെച്ച് ടാഗോർ ഗുരുദേവനെ വന്നു കണ്ടു. ആധ്യാത്മിക തേജസ് ഇത്രയുമുള്ള മറ്റൊരു മഹാത്മാവിനെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ബ്രഹ്മസമാജത്തിന്റെ മുൻനിര നേതാക്കളിൽ ഒരാളായിരുന്ന ടാഗോർ ഗുരുദേവനെ കുറിച്ച് പറഞ്ഞത്. 1925 ഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണക്കുവാൻ കേരളത്തിൽ വന്നപ്പോൾ ശിവഗിരിയിൽ വെച്ച് ഗുരുദേവനുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. സ്വദേശി വ്രതം, സത്യാഗ്രഹം, മദ്യനിരോധനം, സാക്ഷരതാ പ്രചരണം എന്നിവയിൽ SNDPയുടെ പങ്കിനെ അദ്ദേഹം അഭിനന്ദിച്ചു. അക്കാലത്ത് യോഗം സെക്രട്ടറിയായിരുന്ന TK മാധവൻ കോൺഗ്രസിന്റെ വലിയ അനിഷേധ്യനായ നേതാവുമായിരുന്നു. ശ്രീനാരായണന്റെ ശിഷ്യഗണങ്ങൾ ആയിരങ്ങൾ ആയിരുന്നു. അവരിൽ അഗ്രഗണ്യന്മാരായിരുന്നു നടരാജഗുരു, സഹോദരൻ അയ്യപ്പൻ, ബോധാനന്ദ, ശിവലിംഗ സ്വാമികൾ, സത്യവ്രത സ്വാമികൾ, കുമാരനാശാൻ, TK മാധവൻ തുടങ്ങിയവർ. ഇവരെല്ലാം ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ഗുരുവിന്റെ സന്ദേശവാഹകന്മാരായി തീർന്നവരാണ്. ഡോക്ടർ നടരാജഗുരു ജനീവയിലും ഗുരുദേവന്റെ പേരിൽ സമ്മേളനം നടത്തിയിരുന്നു. ഗുരുദേവന്റെയും ശിഷ്യന്മാരുടെയും യോഗത്തിന്റെയും പ്രവർത്തനം മൂലം നവോത്ഥാന ചിന്തകൾ ദൃഢമാവുകയും മതപരിവർത്തനം പോലുള്ള അനാശാസ പ്രവണതകൾക്ക് തടസ്സമിടുകയും ചെയ്തു. തൻ്റെ ഐതിഹാസിക കർമ്മങ്ങൾ ഗുരുദേവൻ തുടർന്നുകൊണ്ടിരുന്നു. ആ കർമ്മങ്ങളെക്കുറിച്ച് നമുക്ക് നാളെ കൂടി ചർച്ച ചെയ്യാം. കാരണം ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ കേരള നവോത്ഥാനത്തിൻ്റെ ഒരു വലിയ ചരിത്രം കൂടിയാണ്. 1928 സമാധിയാകുന്നത് വരെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ കേരളം എക്കാലത്തും ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ അതെത്രത്തോളം അനിവാര്യമായിരുന്നു ഹൈന്ദവ സമൂഹത്തെയും. ശ്രീനാരായണ ഗുരുദേവൻ 36 പരം ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, തലശ്ശേരിയിൽ ജഗന്നാഥ ക്ഷേത്രം, കണ്ണൂരിൽ സുന്ദരേശ്വര ക്ഷേത്രം തുടങ്ങി അദ്ദേഹം പ്രതിഷ്ഠ നടത്തിയ ഓരോ ക്ഷേത്രങ്ങളും ഹിന്ദു ദേവീ ദേവന്മാരുടേതായിരുന്നു. സാമാന്യം നമ്മുടെ നാട്ടിലെ ആളുകൾ പറയാറുണ്ട് അദ്ദേഹം ഒരു മതേതര സന്യാസിയായിരുന്നു. ഈ വാക്ക് പറയുന്നതിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ മതേതര സന്യാസി എന്ന് പറഞ്ഞിട്ട് പറയും അദ്ദേഹം ഹിന്ദു സന്യാസിയല്ല. അപ്പൊ ഹിന്ദു സന്യാസി അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് മതേതര വിവേകാനന്ദനും മതേതര ഗുരുദേവനും ഒക്കെ ഉണ്ടാവുന്നു. എന്നാൽ ഭാരതീയ ഹിന്ദു ഋഷി പരമ്പരയിൽ 100 വർഷം ജീവിച്ചിരുന്ന മഹാത്മാവായിരുന്നു ഗുരുദേവനും. ചട്ടമ്പിസ്വാമികളും വിവേകാനന്ദ സ്വാമികളും എല്ലാം തന്നെ ഹിന്ദു ഋഷിവര്യന്മാരുടെ സ്ഥാനത്തിലെ 100 വർഷം മുമ്പുള്ള കണ്ണികളായിരുന്നു എന്നറിയണം. അതിന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ഓരോ ക്ഷേത്രങ്ങളും ശിവനും സുബ്രഹ്മണ്യനും ഭഗവതിയും ഒക്കെ അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠയിലുണ്ട്. എവിടെയോ അദ്ദേഹം ചന്ദ്രക്കലയോ കുരിശോ ഒന്നും പ്രതിഷ്ഠിച്ചിട്ടില്ല. ചില ആളുകൾ പറയും അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠിച്ചു എന്ന്. ശരിയാണ്, കണ്ണാടിയല്ല, കണ്ണാടിക്ക് മധ്യത്തിൽ ഓങ്കാര പ്രതിഷ്ഠയാണ് നടത്തിയത്. ഓം ഏകാക്ഷരം ബ്രഹ്മ. ഈ വിശ്വത്തിന്റെ ബ്രഹ്മാണ്ടത്തിന്റെ അടിസ്ഥാന സത്വത്തെയാണ് നാം ബ്രഹ്മം എന്ന വാക്കുകൊണ്ട് പറയുന്നത്. ബ്രഹ്മം എന്നാൽ ഈശ്വരൻ. അപ്പൊ ഓങ്കാരം എന്നാൽ ബ്രഹ്മമാണ്, പ്രണവാകാരം. ആ പ്രണവാകാര പ്രതിഷ്ഠയാണ് ഗുരുദേവൻ നടത്തിയത്. ഇതെന്തിനാണ് കണ്ണാടിയിൽ പ്രതിഷ്ഠിച്ചത്? തത്വമസിയാണ്, അത് നീയാകുന്നു. അപ്പൊ കണ്ണാടിയിൽ ഞാൻ എന്നെ തന്നെ കാണുന്നു. അപ്പൊ ഈശ്വരൻ നിന്നിലുണ്ട്. തത്വമസി, അത് നീ തന്നെയാകുന്നു. ഈ അർത്ഥത്തിലാണ്. അതുപോലെ ഗുരുദേവന്റെ ചില വാക്കുകൾ എടുത്തിട്ട് ഇതാണ് ഗുരുദേവൻ എന്ന് പറയുന്നവരുണ്ട്. എന്താണത്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് ഗുരുദേവൻ പറഞ്ഞു. പക്ഷെ ഗുരുദേവൻ അത് മാത്രമാണോ പറഞ്ഞത്? മനുഷ്യാണാം മനുഷ്യത്വം ജാതി ജാതിർ ഗോത്വം ഗവായഥ എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ വരിയിലാണ് ഈ ശ്ലോകം ഉള്ളത്. മനുഷ്യന് മനുഷ്യത്വമാണ് ജാതി, ഗോവിന് ഗോത്വം എന്നതുപോലെ. തുടർന്ന് അദ്ദേഹം പറയുകയാണ്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ, പല ജാതിയിൽ നിന്നല്ലോ പിറന്നിടുന്നു സന്തതി, നരജാതിയതോർക്കുമ്പോൾ ഒരു ജാതിയിലുള്ളതാ. തീർന്നിട്ടില്ല, ഇങ്ങനെ തുടരുന്നതാണ്.
അപ്പൊ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറയുവാൻ ഒരു ഹിന്ദു സന്യാസിക്ക് മാത്രമേ കഴിയുള്ളൂ. മനുഷ്യാനാം മനുഷ്യത്വം ജാതി, മനുഷ്യന് മനുഷ്യത്വമായിരിക്കും ജാതി എന്നാണ് ഗുരുദേവൻ ഉദ്ഘോഷിച്ചത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഗുരുദേവൻ പറഞ്ഞത് അവിടുന്നും ഇവിടുന്നും എടുത്തിട്ട് ഇദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഏത് ജാതിയായാലും കുഴപ്പമില്ല, ഏത് മതമായാലും കുഴപ്പമില്ല, മനുഷ്യനായാൽ പോരെ എന്നൊക്കെ പറയുന്നവരുണ്ട്. മതം ഏതായാലെന്താ, മനുഷ്യൻ നന്നായാൽ പോരെ. ഇത് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഒരു വിഭാഗം ആളുകൾ, അന്ന് ജാതീയ അടിച്ചമർത്തലുകൾക്ക് പാത്രമായ ഹൈന്ദവ സഹോദരങ്ങൾ ഗുരുദേവനെ കണ്ടിട്ട് പറഞ്ഞു, ഗുരുദേവ, ഞങ്ങൾ മതം മാറി ക്രിസ്ത്യാനിയാവാൻ പോവുകയാണ്. അപ്പൊ ഗുരുദേവൻ ചോദിച്ചു, എന്തേ? ഇന്നേ ജാതിയിൽപ്പെട്ട ആളെ കാണുമ്പോൾ ഞങ്ങൾ ഓടണം, അവർ ഞങ്ങളെ പീഡിപ്പിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ മതം മാറുകയാണ്. അപ്പൊ ഗുരുദേവൻ ചോദിച്ചു, മതം മാറിയാലോ? മതം മാറിയാൽ ഞങ്ങൾക്ക് ആ നമ്പൂരിയുടെ വീട്ടിലെ കാര്യസ്ഥനാവാൻ പറ്റും. ഇത് കണ്ടിട്ടാണ് കേരളത്തെ വിവേകാനന്ദ സ്വാമികൾ ഭ്രാന്താലയം എന്ന് വിളിച്ചത്. അല്ലാതെ ജാതീയത എന്ന ഉത്തരവാദിത്തത്തിലുണ്ട്. വിവേകാനന്ദ സ്വാമികളുടെ ജന്മനാടായ കൽക്കത്തയിലുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. പക്ഷെ കേരളത്തിൽ വന്നിട്ട് കേരളത്തെ മാത്രം ഭ്രാന്താലയം എന്ന് വിളിച്ചത് തൊട്ടുകൂടാത്ത, തീണ്ടിക്കൂടാത്ത പുലയനും പറയനും മതം മാറി ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആയാൽ അവനെ കണ്ടുകൂടാത്ത, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഇതേ നമ്പൂരിയുടെ വീട്ടിലെ കാര്യസ്ഥനാക്കി മാറ്റിയിരുന്നു എന്ന് മനസ്സിലാക്കണം. അപ്പൊ മുസ്ലിം ആയാൽ, ക്രിസ്ത്യാനിയായാൽ അവൻ സ്വീകാര്യനാകുന്നു എന്നത് നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് സഹോദരങ്ങൾ മതം മാറുവാൻ കാരണമായിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെയാണ് വിവേകാനന്ദ സ്വാമികളും ചട്ടമ്പി സ്വാമികളും ഗുരുദേവനും അയ്യങ്കാളിയും മന്നത്ത് പത്മനാഭനും ടി കെ മാധവനും പണ്ഡിറ്റ് കറുപ്പനും ആർശങ്കറും ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത നവോത്ഥാന നായകന്മാരും ആചാര്യന്മാരും ചെയ്ത പ്രവർത്തനങ്ങൾ. ഇപ്പൊ ചട്ടമ്പി സ്വാമി തിരുവടികള് ക്രിസ്തുമത ഛേദനം എഴുതി. അപ്പോ ഞങ്ങൾ NSSകാരാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം. നായർ സമൂഹത്തെ ക്രൈസ്തവ പാതിരിമാർ ലക്ഷ്യം വെച്ചു. ഒരുപാട് നായന്മാർ മതം മാറി ക്രിസ്ത്യാനിയായി. അവിടെയാണ് ക്രിസ്ത്യനൈസേഷൻ അന്ന് ചട്ടമ്പി സ്വാമികൾ നടത്തിയത്. അതായത് ബൈബിൾ ഉപയോഗിച്ച് ക്രിസ്ത്യാനിയെ തകർത്തു എന്നുള്ളതാണ്. എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ഗ്രന്ഥാണ്. 100 വർഷം മുമ്പുള്ള ഭാഷയായിരിക്കും അതിൽ പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ടാവുക. പക്ഷേ ക്രിസ്തു മതത്തെ ഛേദിച്ച ഈ ഗ്രന്ഥാണ് ഓരോ ആശയത്തെയും ഖണ്ഡിച്ചു കളഞ്ഞു. അതിൻ്റെ അശാസ്ത്രീയത, യുക്തിരാഹിത്യം, അബദ്ധങ്ങള്, അതിലെ ഭീകരത, ഇതൊക്കെ നമുക്ക് സമഗ്രമായിട്ട് നമ്മുടെ പാഠശാലയിൽ പഠിക്കുവാനുണ്ട്. മതവും ധർമ്മവും എന്ന വിഷയം നമ്മുടെ പാഠശാലയിൽ താമസിയാതെ വരുന്നുണ്ട്. കാരണം നമ്മുടെ നേതാക്കന്മാർ ഈ സ്റ്റേജിൽ കയറിയിട്ട് പറയുന്നൊരു വാക്കുണ്ട്, എല്ലാ മതങ്ങളുടെയും തത്വം ഒന്നാണെന്ന്. എല്ലാ മതങ്ങളുടെയും തത്വം ഒന്നല്ല. മതങ്ങൾ ഭീകരതയാണ്, മതങ്ങൾ അപകടകരമാണ്, മതങ്ങൾ മറ്റൊന്നിനെ അംഗീകരിക്കുന്നില്ല. മതം ഓൺലി എന്ന് പറയുന്നതാണ്. എന്റേത് മാത്രമാണ് ശരി, എന്റെ കിതാബ്, എന്റെ അന്ത്യപ്രവാചകൻ, എന്റെ മതം, എന്റെ വഴി, എന്റെ മതത്തിൽ വിശ്വസിക്കാത്തവന് നരകം, വിഗ്രഹാരാധകന് നരകം, സ്വർണം ധരിക്കുന്ന പുരുഷന് നരകം, ഇതൊക്കെ പറയുന്നവരാണ് മതങ്ങൾ. ഇതിനെ ഹിന്ദു വേണ്ട രീതിയിൽ മനസ്സിലാക്കിയില്ല എന്നതുകൊണ്ടാണ് ഇതൊന്നും പഠിക്കാത്ത ഹിന്ദു നേതാവ് സ്റ്റേജിൽ കയറിയിട്ട് എല്ലാ മതങ്ങളുടെയും തത്വം ഒന്നാണെന്ന് ചുമ്മാ പറഞ്ഞു പോയേക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ സമഗ്രമായി പഠിക്കണം. ഇത് ചട്ടമ്പി സ്വാമികൾ പഠിച്ചു. ബൈബിളിനെ ഇത്ര ആധികാരികമായിട്ട് പഠിച്ച ഒരു സന്യാസി വരൻ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. എന്നിട്ട് അദ്ദേഹം തന്റെ സമുദായത്തെയും ഹൈന്ദവ സമൂഹത്തെയും രക്ഷിക്കുവാൻ വേണ്ടി ക്രിസ്തുമത ഛേദനം എഴുതിയത് മാത്രമല്ല, അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. ഗുരുദേവനും ചെയ്തത് അത് തന്നെയായിരുന്നു. ഗുരുദേവൻ മതം മാറുവാൻ വന്ന് ഇവരോട് എന്തു പറഞ്ഞു? മതമേതായാലും മനുഷ്യൻ നന്നായാൽ പോരെ എന്ന് ചോദിച്ചതല്ല, അവിടെ പ്രവർത്തിച്ചു. മതം മാറാൻ വന്നവരോട് പറഞ്ഞു കൊടുത്തു. ഇവിടെ മതം മാറ്റമല്ല വിഷയം, മതം ഏതായാലെന്താ, മനുഷ്യൻ നന്നായാൽ പോരെ. മതി എന്നല്ല, പ്രസ്താവനയല്ല, ചോദ്യമാണ്. പോരെ എന്ന് ചോദിച്ചു. വന്നവർക്ക് കാര്യം മനസ്സിലായി. അതായത് ഇവിടെ നമ്പൂരി നന്നാവാത്താണ് പ്രശ്നം. അന്ന് പറഞ്ഞു കൊടുക്കുന്ന അന്നത്തെ കാലഘട്ടത്തിൽ നമ്പൂരിയെ കാണുമ്പോൾ ഈ പുലയൻ ഓടണം. അപ്പൊ ഈ പുലയ സഹോദരങ്ങൾ രക്ഷയില്ലാതെ ഗുരുദേവനെ സമീപിച്ച്, ഗുരുദേവ ഞങ്ങൾ മതം മാറി ക്രിസ്ത്യാനിയാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോ, മതം മാറ്റം ഒന്നിനും പരിഹാരമല്ല, അവർ നന്നായാൽ മതി, അവരിൽ നിന്നും ഈ ജാതീയ ബോധത്തെ ഇല്ലാതാക്കിയാൽ മതി, അങ്ങനെ നമുക്ക് ഒന്നിച്ചു മുന്നേറാം എന്ന് ജീവിതത്തിലൂടെ കാണിച്ച് മതം മാറ്റത്തെ തടഞ്ഞ ആചാര്യനെയാണ് ചില പ്രസ്താവനകളിലൂടെ
മതേതര സന്യാസി എന്നൊക്കെ പറയുന്നത് എത്ര പരിഹാസ്യമാണ് എന്നുകൂടി നാം ഓർക്കുക. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം 1924 വൈക്കം സത്യാഗ്രഹം ചട്ടമ്പി സ്വാമികളുടെയും ഗുരുദേവന്റെയും പിന്തുണയോടുകൂടി TK മാധവൻ നയിച്ച ആ സത്യാഗ്രഹത്തിലാണ് മഹാത്മാഗാന്ധിയും വന്ന് പങ്കെടുത്തത് എന്ന് മനസ്സിലാക്കണം. വൈക്കം സത്യാഗ്രഹം കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ വൈക്കം ശിവക്ഷേത്രവും അനുബന്ധ റോഡുകളും എല്ലാവർക്കും വേണ്ടി എന്ന ഒരു കാഴ്ചപ്പാട് എല്ലാ സമുദായത്തിൽപ്പെട്ട ഹിന്ദുവിനും വേണ്ടി തുറന്നു കൊടുക്കുക. തുടർന്ന് 31-32 കാലഘട്ടത്തിൽ 1931-32 കാലഘട്ടത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. കേരള ഗാന്ധിയനായ കേളപ്പജി ഇവരൊക്കെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ കൂടിയായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അന്ന് പടപൊരുന്ന പ്രസ്ഥാനം. അപ്പൊ അവരെല്ലാം ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടി ആയിട്ടല്ല നമ്മൾ അതിനെ കാണേണ്ടത്, മറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായിരുന്ന കേളപ്പജിയുടെ നേതൃത്വത്തിൽ ഐതിഹാസികമായ സമരം. നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവകാശപ്പെടാറുണ്ട്, ഞങ്ങളാണ് പുലയനെയും പറയനെയും ഗുരുവായൂരിൽ കയറ്റിയത്. തെറ്റായ ഒരു കാഴ്ചപ്പാടാണത്. ഇവിടെ രാഷ്ട്രീയം പറയുകയാണ് എന്നൊന്നും സജ്ജനങ്ങൾ ധരിക്കരുത്, സത്യം പറയുകയാണ്. അതായത് 1924 വൈക്കം സത്യാഗ്രഹം, 1931 മുതൽ 32 വരെയാണ് ഗുരുവായൂർ സത്യാഗ്രഹം. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുവിനെയും ഗുരുവായൂർ അമ്പലത്തിൽ കയറ്റുക, ഇതായിരുന്നു മുദ്രാവാക്യം. അതിന് നേതൃത്വം നൽകിയത് കേളപ്പജിയായിരുന്നു. പക്ഷേ കണ്ണൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് വന്ന ഒരു ജാഥയെ നയിച്ച AKG, അന്ന് AKG കോൺഗ്രസ്സുകാരനാണ്. കൃഷ്ണപിള്ളയും ഇതിൽ പങ്കെടുത്തിരുന്നു, അദ്ദേഹം കോൺഗ്രസ് ആണ്. അപ്പൊ 31-32 ഗുരുവായൂർ സത്യാഗ്രഹം, 36 ക്ഷേത്രപ്രവേശന വിളംബരം. ഇത് നടത്തിയതാരാ? തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ. അദ്ദേഹമാണ് തിരുവിതാംകൂർ ദേശത്തിലെ സകല ക്ഷേത്രങ്ങളും പുലയനും പറയനും നായർക്കും നമ്പൂരി എന്ന വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുവിനും തുറന്നു കൊടുത്തു. അത് 1936. അപ്പൊ 24 വൈക്കം, 31 ഗുരുവായൂർ സത്യാഗ്രഹം, 36 ക്ഷേത്രപ്രവേശന വിളംബരം. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലെ 3 നാഴികക്കല്ലുകളാണ് ഈ 3 സംഭവങ്ങളും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഉണ്ടാകുന്നത് 1939 പിണറായിയിലെ പാറപ്പുറത്താണ്, ചരിത്രമാണ് 39. അപ്പൊ 39 ഉണ്ടായ പാർട്ടി 32 ഗുരുവായൂർ സമരത്തിൽ എങ്ങനെയാ പങ്കെടുക്കുക? 24 വൈക്കം സത്യാഗ്രഹത്തിൽ എങ്ങനെയാണ് പങ്കെടുക്കുക? അപ്പൊ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം എന്ന് പറയുന്നത് ഹിന്ദു ആചാര്യന്മാരുടെ ചരിത്രമാണ്. ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും മന്നത്ത് പത്മനാഭനും TK മാധവനും പണ്ഡിറ്റ് കറുപ്പനും R ശങ്കറും കുമാരനാശാനും സഹോദരൻ അയ്യപ്പനും ഡോക്ടർ പൽപ്പു, അങ്ങനെ എത്ര ആചാര്യന്മാര് നവോത്ഥാന നായകന്മാർ ചേർന്നാണ് ഹിന്ദുവിന്റെ പ്രശ്നങ്ങളെല്ലാം അങ്ങ് പരിഹരിച്ചു. അപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു 100 കൊല്ലം മുമ്പുള്ള ജാതീയതയും പറഞ്ഞു നടക്കുന്ന ധാരാളം നേതാക്കന്മാരെ നമ്മൾ കാണാം. പണ്ട് ഇന്നിന്ന അനുഭവം ഞങ്ങൾക്കുണ്ടായി, ഞങ്ങളുടെ പൂർവികന്മാരോട് നായന്മാർ ഇങ്ങനെ ചെയ്തു, നമ്പൂരി ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നാം ഓർക്കുക, നമ്മുടെ നാട്ടിൽ ഈ ജാതീയതയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിലനിൽക്കുന്ന കാലത്ത് അമേരിക്കയിലും അറേബ്യയിലും അടിമക്കച്ചവടമുണ്ടായിരുന്നു. മനുഷ്യന്റെ കഴുത്തിൽ കയറിട്ട് തെരുവോരങ്ങളിൽ വലിച്ചിഴച്ച് കൊണ്ടുപോയി വിറ്റിരുന്നു. ഓരോ ജന്മിമാരുടെയും വീട്ടിൽ അന്ന് പശുക്കളെ വളർത്തുന്നത് പോലെ ആലകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ കെട്ടിയിരുന്നത് അടിമകളായ മനുഷ്യനെ ആയിരുന്നു. രാത്രി കൊണ്ടുപോയിട്ട് മനുഷ്യനെ ആലയിൽ കെട്ടുകയും രാവിലെ അതിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോവുകയും പണിയെടുപ്പിക്കുകയും വൈകുന്നേരം തിരിച്ചു കൊണ്ടുപോയി കെട്ടുകയും ചെയ്തത് അമേരിക്കയിലും അറേബ്യയിലും ഉണ്ടായിരുന്നു എന്നോർക്കണം. എബ്രഹാം ലിങ്കനാണ് അമേരിക്കയിൽ അടിമക്കച്ചവടം നിരോധിച്ചത് എന്നുകൂടി അറിയണം. സിറിയ എന്ന ഇസ്ലാമിക രാജ്യത്ത് ISIS ഭീകരന്മാർ 2 വർഷം മുമ്പ് വരെ യസീദി പെൺകുട്ടികളെ അടിമകളാക്കി വിറ്റിരുന്നു എന്ന കാര്യം കൂടി ഹിന്ദു വിരുദ്ധന്മാരായ ഇവിടുത്തെ ഒരു പറ്റം സാഹിത്യകാരന്മാർ അറിയണം, മനസ്സിലാക്കണം. അപ്പൊ അവിടെ അടിമ കച്ചവടമുള്ള സമയത്ത് ഇവിടെ നമ്പൂരിനെ കാണുമ്പോൾ പുലയൻ ഓടിക്കൊടുത്താൽ മാത്രം മതി. ഒരിക്കലും ഒരു വിഭാഗത്തെയും നമ്മൾ അടിമയാക്കി ആലയിൽ കെട്ടിയിരുന്നില്ല. എന്നാൽ ഈ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ ഒരുപാട് ഹിന്ദു സഹോദരങ്ങളുടെ മതം മാറ്റത്തിൽ കലാശിച്ചപ്പോൾ ആ മതപരിവർത്തനത്തെ തടുത്തവരാണ് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും അടക്കമുള്ള നമ്മുടെ ആചാര്യന്മാർ. വിവേകാനന്ദ സ്വാമികളാണ് ഇവരുടെ എല്ലാം പ്രേരണയായിട്ട് പ്രവർത്തിച്ചത് എന്നുകൂടി മനസ്സിലാക്കണം. ഡോക്ടർ പൽപ്പുവിനോട് പറഞ്ഞിട്ട് ഒരാചാര്യനെ കേരളത്തിന്റെ നവോത്ഥാനത്തിന് നേതൃത്വം നൽകുവാൻ ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ശ്രീനാരായണ ഗുരുദേവനെ കേരളത്തിലേക്ക് എത്തിച്ചതും
വിവേകാനന്ദ സ്വാമികളുടെ പ്രേരണയാലാണ് എന്ന് മനസ്സിലാക്കണം. SNDP രൂപീകരണവും NSSന്റെ രൂപീകരണവും എല്ലാം തന്നെ ജാതീയതയെ വളർത്തുവാനുള്ള ഉപാധിയായിട്ടല്ല നമ്മുടെ ആചാര്യന്മാർ കണ്ടത്. ഹിന്ദുവിനെ പരിപോഷിപ്പിക്കുവാൻ, അതാത് സമുദായത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട്, അതാത് സമുദായത്തെ ഉന്നമനത്തിലേക്ക് നയിച്ചുകൊണ്ട് മുഴുവൻ ഹൈന്ദവ സമൂഹത്തെയും സേവിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് മന്നത്ത് പത്മനാഭൻ പിള്ള തൻ്റെ വാല് മുറിച്ചു കളഞ്ഞത്. പിള്ള എന്ന വാല്. കാരണം എൻ്റെ പേര് എൻ്റെ ജാതിയെ സൂചിപ്പിക്കുന്നുവെങ്കിൽ അത് പുലയപ്പറയ ഈഴവ സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുവാൻ എനിക്കൊരു തടസ്സമാകുന്നുവെങ്കിൽ ഞാൻ ആ വാല് മുറിച്ചു കളയും എന്ന് പറഞ്ഞ നവോത്ഥാനമാണ് കേരളത്തിൻ്റെ നവോത്ഥാനം എന്നറിയണം. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ അടക്കമുള്ള ആചാര്യന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ ഇവരെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുഴുവൻ ഹൈന്ദവ സമൂഹത്തെയും ഒന്നിച്ചു കണ്ടവരാണ്. നാം ജാതിയിൽ വിശ്വസിക്കുന്നവരാണ്. നമുക്ക് ജാതിയുണ്ട്, ജാതീയപരമായ വിശ്വാസങ്ങളുണ്ട്. അതിനെയൊക്കെ മുറുകെ പിടിച്ചോളൂ, അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ അടിസ്ഥാനപരമായി ഞാനൊരു ഹിന്ദുവാണ് എന്ന ബോധത്തിന്റെ കീഴിലായിരിക്കണം സമുദായ ചിന്ത എന്ന കാര്യം പ്രിയപ്പെട്ട നമ്മുടെ പഠിതാക്കൾ നമ്മുടെ സമാജത്തോട് പ്രചണ്ഡമായിട്ട് പറയണം. നമ്മുടെ പഠിതാക്കൾക്കാർക്കും ജാതീയ വ്യക്തിത്വത്തിന് മേലെയാണ് ഹിന്ദുത്വം. ഇപ്പം ജാതി പേരിൽ അറിയപ്പെടുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതിലൊന്നും ഒരു തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരും അവന്റെ ജാതിയിൽ അഭിമാനിക്കുന്നുണ്ടാവാം. അതിലെന്താണ് തെറ്റ്? മറിച്ച് ആ ജാതി അഭിമാനത്തിനും മേലെയായിട്ട് ഞാൻ ഹിന്ദുവാണ് എന്ന ബോധമുണ്ടാവണം. ഈ ജാതീയ ഉച്ചനീചത്വങ്ങളെയാണ് നമ്മൾ ഇല്ലാതാക്കേണ്ടത്, അല്ലാതെ ജാതിയെയല്ല. ഇപ്പൊ ഹിന്ദുവിൽ മറ്റനേകം ജാതിയുണ്ട്. ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഹിന്ദു ഐക്യവേദിയുടെ കോഴിക്കോട് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റാണ്. അപ്പൊ ഹിന്ദു ഐക്യവേദി എന്തിനാണ് ഉണ്ടായത്? ഹിന്ദുവിന്റെ ഐക്യത്തെ, സാമുദായിക ഐക്യത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് 150ഓളം വരുന്ന സാമുദായിക സംഘടനകൾ, SNDP, NSS, പുലയ മഹാസഭ, അങ്ങനെ നാനാവിധത്തിൽപ്പെട്ട ഹൈന്ദവ സംഘടനകളുടെ ഏകീകരണത്തിന്റെ പേരാണ് ഹിന്ദു ഐക്യവേദി. മുഴുവൻ ഹിന്ദു സമുദായത്തെയും ഉൾക്കൊള്ളുന്നു. അപ്പൊ സമുദായം ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? സമുദായം വേണ്ട എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? അപ്പോൾ സമുദായത്തിൽ ഓരോ ജാതിക്കാരനും അവൻ്റെതായ വിശ്വാസങ്ങളും അവൻ്റെതായ ആചാരങ്ങളും ആ ജാതിയുടേതായ അഭിമാനവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് നാം ഹിന്ദുവാണ് എന്ന വിശാലമായ കാഴ്ചപ്പാടുണ്ടാകുമ്പോഴാണ് നാം ശ്രീനാരായണ ഗുരുദേവനെ അറിയുന്നത്, നാം ചട്ടമ്പി സ്വാമികളെ അറിയുന്നത്, നാം മഹാനായ അയ്യങ്കാളിയെ അറിയുന്നത് എന്നറിയണം. ആയതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ പ്രവർത്തനം കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോയി. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒരു പരിധിവരെ അദ്ദേഹം ഇല്ലാതാക്കി. അങ്ങനെ 1928 സെപ്റ്റംബർ 28 തൻ്റെ 24ാമത്തെ വയസ്സിൽ വർക്കലയിൽ വെച്ച് അദ്ദേഹം മഹാസമാധി പ്രാപിച്ചു. തൻ്റെ കർമ്മങ്ങൾ 74 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ കൊണ്ട് കേരളം നവോത്ഥാനത്തിലേക്ക്, ഹിന്ദു ഐക്യത്തിലേക്ക് ഒരുപാട് മുന്നോട്ട് പോയി. ഈ ആചാര്യന്മാർ നടത്തിയ പ്രവർത്തനത്തെ ഏറ്റെടുത്ത് മാധവജിയെ പോലെയുള്ള RSSന്റെ പ്രചാരകന്മാർ ആലുവയിൽ തന്ത്രവിദ്യാപീഠമൊക്കെ സ്ഥാപിച്ചു. പുലയനും പറയനും നായർക്കും നമ്പൂരിക്കും ഒരുപോലെ അമ്പലത്തിലെ ശാന്തിക്കാരനാകുവാനുള്ള അവസരമാണ് ആലുവയിലെ തന്ത്രവിദ്യാപീഠം ചെയ്യുന്നത്. നമ്മുടെ സനാതന ധർമ്മപാഠശാലയും ഭാരതീയ ധർമ്മപ്രചാര സഭയുടെയും സംയുക്താഭിമുഖ്യത്തിൽ 2020 ഫെബ്രുവരി മാസം നമ്മൾ പാലക്കാട് തണലാശ്രമത്തിൽ വെച്ച് 3 ദിവസത്തെ ഉപനയന കർമ്മം നടത്തി. 23 എല്ലാ സമുദായത്തിലുംപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ അവിടെ വന്നു. ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഉപനയന കർമ്മം നടത്തി പൂണൂൽ ധരിച്ചു. അവരെ ആലുവയിലെ തന്ത്രവിദ്യാപീഠത്തിൽ പൂജാ പഠനത്തിൽ ചേർക്കുവാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുകയും തന്ത്രവിദ്യാപീഠം അത്തരം ക്ലാസ്സുകൾ അവിടെ ധാരാളമായിട്ട് പതിറ്റാണ്ടുകളായി നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷെ അതിനിടയിൽ മഹാമാരി വന്നതുകൊണ്ട് ആ ക്ലാസ് തുടങ്ങുവാൻ കഴിഞ്ഞിട്ടില്ല. ഈ വാക്സിനേഷൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് തുടങ്ങും. അതായത് ഇന്ന് പുലയ സമൂഹത്തിലോ പറയ സമൂഹത്തിലോ ആദിവാസി സമൂഹത്തിലോ, സർക്കാരിന്റെ ഭാഷയിലാണ് ആദിവാസി, നമ്മൾ വനവാസി സഹോദരങ്ങൾ എന്ന് പറയും, ഏത് സമുദായത്തിൽപ്പെട്ട ഹിന്ദുവിനും അമ്പലത്തിലെ ശാന്തിക്കാരനാകുവാൻ ഇന്ന് യാതൊരു തടസ്സവുമില്ല. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, ഈ പിണറായി സർക്കാർ പറയാറുണ്ട്, ഞങ്ങളൊരു ദളിതനെ അമ്പലത്തിലെ ശാന്തിക്കാരനാക്കി. അവർ ദളിതന്മാർ എന്ന പദപ്രയോഗമാണ് ഉപയോഗിക്കുക. ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു പദമാണ്. ഹിന്ദുവിൽ ദളിതനില്ല. ഹിന്ദുവിൽ നമ്മൾ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് എഴുതുന്നത്? മതം എന്ന കോളത്തിൽ ഹിന്ദു,
ആ മറുഭാഗത്ത് ജാതി എന്ന കോളമുണ്ട്. അവിടെ നമ്പൂരി എന്നും നായരെന്നും പുലയനെന്നും പറയനെന്നും ഈഴവനെന്നും നമ്മുടെ ജാതി ഏതാണോ അത് എഴുതാം. ആ ജാതി എഴുതാത്തവരുണ്ട്, അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അവിടെ എവിടെയാണ് ദളിതൻ എന്ന് പറയുന്നത്? അപ്പൊ നമ്മുടെ പുലയ പറയ വനവാസി സമൂഹത്തിൽപ്പെട്ട ആളുകളെ മൊത്തത്തിൽ ഈ പറയുന്ന ഇസ്ലാമിക ക്രൈസ്തവ മതപരിവർത്തന ലോബികൾ വിളിക്കുന്ന പേരാണ് ദളിതന്മാർ. ആരാണ് യഥാർത്ഥ ദളിതൻ? ഒരു ഹിന്ദു മതം മാറി ക്രിസ്ത്യാനിയായാൽ അവനെ ക്രിസ്ത്യാനിയാക്കില്ല, അവനെ വിളിക്കുന്ന പേരാണ് ദളിത് ക്രിസ്ത്യാനി. ഒരു ദളിത് ക്രിസ്ത്യാനി ഒരിക്കലും ഇവർ ബിഷപ്പാക്കില്ല. ഒരു ഹിന്ദു മതം മാറി മുസ്ലിം ആയാൽ അവനെ ഒരിക്കലും മുസ്ലിം ആക്കില്ല, അവനെ വിളിക്കുന്ന പേരാണ് ദളിത് മുസൽമാൻ. ഇപ്പൊ ദളിത് ലീഗ് എന്നൊക്കെ കേട്ടില്ലേ നിങ്ങൾ? അപ്പൊ അതുപോലെ അതാണ് ദളിത് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ വിഭാഗത്തിൽപ്പെട്ട ഒരാളും ദളിതനല്ല. അവരെല്ലാം ഹൈന്ദവ സഹോദരങ്ങളാണ്. അവരുടെ വിശ്വാസങ്ങളും ജാതിയും താണത് ഉയർന്നത് എന്നതൊക്കെ ആപേക്ഷികമായ ഒരു കാഴ്ചപ്പാട്. ഇന്നത് ഒരു പ്രസക്തിയും അതിനില്ല. കാരണം നമ്മൾ ശബരിമലയിൽ പോകുമ്പോൾ മുന്നിൽ നമ്പൂരി നിൽക്കുന്നു, നടുക്ക് ഇഴവൻ നിൽക്കുന്നു, പുറകിൽ പുലയൻ നിൽക്കുന്നു, അവന്റെ പുറകിൽ വീണ്ടും നമ്പൂരി നിൽക്കുന്നു. ഈ പുലയന്റെ ശരീരത്തിലെ വേർപ്പ് നമ്പൂരിയുടെ ശരീരത്തിലാകുന്നു, നമ്പൂരിയുടെ ശരീരത്തിൽ നിന്നുള്ള വേർപ്പ് നായരുടെ ശരീരത്തിലാകുന്നു. ഇവന്റെയൊക്കെ ജാതി നോക്കാൻ നമുക്ക് സമയം കിട്ടാറുണ്ടോ? അപ്പൊ 33 കോടി ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന നമ്മൾ, അനേക ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്ന നമ്മൾ ഇന്ന് ഏകരാണ്. നമുക്ക് ജാതീയ വിശ്വാസങ്ങളും ജാതീയ അഭിമാനവും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെയും നമ്മളെല്ലാവരും അയ്യപ്പന്റെ മുന്നിലും ഗുരുവായൂരപ്പന്റെ മുന്നിലും നമ്മൾ ഏകരാണ്. അവിടെയൊന്നും നമുക്ക് ജാതീയതയോ തൊട്ടുകൂടായ്മയോ തീണ്ടിക്കൂടായ്മയോ ഇന്ന് ഭാരതത്തിലെ ഒരു ക്ഷേത്രത്തിലുമില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആയതുകൊണ്ട് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് ഹിന്ദു ഐക്യം. ആ ഹിന്ദു ഐക്യത്തെ ഊട്ടിയുറപ്പിച്ച മഹാത്മാക്കളെ കുറിച്ച് നാം നിരന്തരമായി പഠിക്കുമ്പോഴാണ് നമുക്കതിൽ അഭിമാനമുണ്ടാകുന്നത് എന്നുകൂടി അറിയുക. ശ്രീനാരായണ ഗുരുദേവൻ ജീവിതത്തിലൂടെയുള്ള ഐതിഹാസികമായ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെയുള്ള നമ്മുടെ യാത്ര ഇവിടെ സമാപിക്കുന്നു. നമുക്ക് 31-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് നാളെ ചിന്തിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.